ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ ചിക്കൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ സെല്ല റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കാം. നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്തി വെക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഇവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് അരി വേവാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 90% വരെ വെന്താൽ മതി. ഇനി അതിലോട്ട് ആവശ്യമുള്ള ചിക്കൻ എടുത്തിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു വലിയ പീസായി കട്ട് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്. ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ 2 മാഗി ക്യൂബാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ ചിക്കനിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നതുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 1 കിലോ റൈസും. ഇനി നമുക്ക് നമ്മുടെ റൈസ് വെന്തോ നോക്കാം. റൈസ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു 90% മാത്രം വെന്താൽ മതി. പിന്നെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൊത്തം ഒരു കുഴഞ്ഞു പോവും. അപ്പോൾ റൈസിൻ്റെ വേവ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മൾ മന്തി വേവിക്കുന്ന കുക്കർ എടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കന് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കന് ഒന്നിൻ്റെ മേലെ ഒന്നായി വെക്കരുത്, എല്ലാം ഇങ്ങനെ നിരത്തി മാത്രം വെക്കുക. നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ ഒരു ഫ്രൈ ചെയ്ത രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഞാനെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് നിരത്തി വെക്കുക. ഞാനിവിടെ മുഴുവൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മന്തി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, മന്തി ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതും വെച്ച് കൊടുക്കാം. ചിരട്ടയായാലും മതി. ഇങ്ങനെ ഒരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ കുക്കർ അടച്ച് വെക്കണം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പം 1 വിസിലൊക്കെ വന്നു, മന്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കാം. ഈ ചാർക്കോൾ നമുക്കൊന്ന് എടുത്തു മാറ്റാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ചിക്കനും റൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോഴേ അതിൻ്റെ നല്ല ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. ആ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.